അശ്വന്ത് ഒരു ദിവസം എഴുന്നേൽക്കുന്നു, കിടന്ന് വെളുപ്പിനായിരിക്കും ഉറങ്ങുന്നത്. ഈ അശ്വന്തിന്റെ ഒരു മനസമാധാനം ഒരു ഒരു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സമാധാനം പോകുന്ന 1-2% ഉള്ളൂ. അവർ വിചാരിച്ച എൻ്റെ മനസ്സമാധാനം പോകും, അല്ലാതെ വിരലെണ്ണാവുന്നേ ആരൊക്കെ ഞാൻ പറയുന്നില്ല. കൂടിപ്പോൾ ഒരു 5 ആള് അല്ലെങ്കിൽ ഫാമിലിയാണ്. ആ ഫാമിലിയിലും അല്ലാതെ എനിക്ക് പിന്നെ റിലേഷൻഷിപ്പ് ഉള്ളതും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അത് പ്രശ്നമില്ലായിരിക്കും. വലിയ ഇപ്പം എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനില്ല. ഇപ്പം എനിക്ക് ലെറ്റർ ഓൾറെഡി അങ്ങനെ ഇറക്കി വരാറുണ്ട്, ജോലി കളയും മറ്റേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നോർമലി ഒരു മനുഷ്യനുണ്ടാവാൻ ടെൻഷൻസ് എനിക്ക് ഉണ്ടാവാറില്ല. ഇപ്പം എൻ്റെ ജോലി പോകുന്ന പറഞ്ഞാൽ പക്ഷെ വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടെൻഷൻ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇമോജി മാറി സ്ഥിരം സംസാരിക്കുന്ന ഒരാൾ ഇമോജി മാറി അയച്ചാൽ വല്ലാതെ പറയിടാവും. ഞാൻ അങ്ങോട്ട് കൊടുത്ത മെസ്സേജിന് തിരിച്ച് സാധാരണ വരാത്ത ഇമോജി ആകുമ്പോൾ എനിക്ക് സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഞാൻ വറിയിടാവും, ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവും. അതേ സ്ഥാനത്ത് എൻ്റെ ജോലി പോകുന്നവർ കത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ ആവില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഉൾട്ട വർക്ക് ചെയ്യുന്നത്. അപ്പം ആൾക്കാർ കയറി എന്നെ പോലെ ഇത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരാൾ എന്തിനാണ് ഒരു ഇമോജി മാറി വറിയിടാവുന്നത്, അല്ലെങ്കിൽ സ്റ്റിക്കർ മാറി വറിയിടാവുന്നത്? ആവശ്യമില്ല. ഇതല്ല പ്രഷർ, അതാണ് എനിക്ക് പ്രഷർ. അതിലാണ് എൻ്റെ സമാധാനം പോകുന്നത്. പിന്നെ അയാൾ പിറ്റേന്ന് രാവിലെ വരെ മെസ്സേജ് അയച്ചില്ലെങ്കിൽ എൻ്റെ അന്ന് രാത്രി ഞാൻ ഭയങ്കര വറിയിടായിരിക്കും, മനസ്സിലായി? ബട്ട് അത് വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഓക്കെ. മെസ്സേജിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഒരു കോൾ ഇപ്പം വീട്ടിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ഓക്കെ. ഈ യൂട്യൂബേഴ്സിന്റെ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ട്. അപ്പം അതിൽ ഉണ്ടോ? അതിൽ മെമ്പർഷിപ്പിന് പൈസ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് അല്ല? അല്ലല്ല, ഞാൻ പബ്ലിക്കിൽ പോകാറില്ലല്ലോ. ഒരു തവണ അന്ന് പോയപ്പോഴാണ് ഇവരെന്നെ പിടിച്ചത്. നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യമില്ല, മെസ്സിന്റെ അതിനായിരുന്നു പ്രസ് മീറ്റ് എന്തോ വന്ന്. പ്രസ് മീറ്റ് അല്ല, അത് കിക്കിന്റെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു. എന്തോ അതിനായിരുന്നു. അത് ഞാൻ അന്ന് പോയതിനു ശേഷം അന്ന് ഞാൻ വേറെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ധ്യാനമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നുള്ളത്. അതിനായിട്ടാണ് ഞാൻ പോകില്ലായിരുന്നു. വല്ലാണ്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അപ്പുറം എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം തന്നെയാണോ? നല്ല സൗഹൃദമല്ല, വി ആർ വെരി ക്ലോസ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും. അത് വെച്ച് ഡെയിലി സംസാരിക്കുക അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പ്രശ്നം വന്നാൽ കോളിനപ്പുറത്ത് ആളുണ്ട്. ഈ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഏത് പാതിരാത്രിക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്ന തോന്നുന്നു 2 പേരുടെ പേര് പറയാൻ തുടങ്ങിയ ആരായിരിക്കും? ആരെ വേണം വിളിക്കാം. ഉണ്ണിയെ വിളിക്കാം, സീക്രട്ടിനെ വിളിക്കാം, ഷസാമിനെ വിളിക്കാം. ഞാൻ എൻ്റെ ഇതിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പറയുന്നത്. തിരുവനന്തപുരത്ത് വിളിക്കാം, സുധീഷ് പൈനെ വിളിക്കാം, പിന്നെ വിളിക്കാം, ആരെ വേണം വിളിക്കാം. എനിബഡി. ആ റിവ്യൂ ഗ്യാങ് ആണല്ലേ? കാരണം നമ്മളെ ഒരേ ഇതിലാകുമ്പോൾ നമ്മളെ പോലെ അറിയാതെ എടുത്തണ്ട. നിങ്ങളിപ്പം മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും വരുന്നല്ല, നമ്മളെങ്ങനെ മീറ്റപ്പ് വെച്ച് പരിചയപ്പെട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. ഓരോ കാലഘട്ടത്തിലും സിനിമയെ റിവ്യൂ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കുള്ളിലെ ഗോസിപ്പുകൾ പറയാനും ഒരു വിഷയത്തിനെ പറ്റി ശക്തമായി പ്രതികരിക്കാനും ഓരോരോ ആൾക്കാരുണ്ടായിരുന്നിരിക്കണം. ഒരു പക്ഷേ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. എഴുത്തുകളിലൂടെ സിനിമയുടെ ഗോസിപ്പുകൾ പറയുകയും അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ പറയുകയും ഞാൻ വായിക്കാറുണ്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ മേഖലയിൽ ഓരോരുത്തർ ആൾക്കാർ പൊങ്ങി വരും. അപ്പൊ ഇപ്പൊ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിരിക്കുന്നത് അശ്വന്താണ്. പക്ഷെ അത് ഒരിക്കലും ഒരു സൈഡ് അശ്വന്തിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ ഇപ്പറ സൈഡ് ഭയങ്കരമായിട്ട് ശത്രുക്കളാണ് കൂടുതൽ. ഇപ്പം അശ്വന്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ അശ്വന്തിന്റെ ഒരു അടുത്ത തലമുറയോ ഒക്കെ ഒരു സിനിമയിലേക്ക് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കലാരംഗത്തേക്ക് വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അശ്വന്ത് കോക്കിന്റെ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തടസ്സമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു പേടിയില്ല വരും തലമുറയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തിന്റെ ഒരു ക്ലോസ് സർക്കിളുള്ള ഒരാൾക്ക്? ഇല്ല, എന്റെ ആരും സിനിമയിലേക്ക് വരില്ല. അതെങ്ങനെ പറയാം? അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതാ എനിക്കറിയാൻ പറ്റും. അടുത്തൊരു തലമുറ വരുന്നത് ഒരു സിനിമയിലേക്ക് വരില്ല. തലമുറ 2-3 തലമുറ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. തൊട്ട് നെക്സ്റ്റ് ഒരു തലമുറ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചാൻസ് വെരി ലെസ് ബട്ട് സ്റ്റിൽ ഇല്ലെന്നല്ല. അല്ല, അത് ആ സമയത്ത് അവർ ഡീൽ ചെയ്തോട്ടെ. അതിപ്പോ എനിക്കതിന് വലിയ ഉത്തരവാദിത്വമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ശത്രുവലയം അവരുടെ കരിയറിനോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തുമായിട്ട് ചുറ്റപ്പെട്ട ഒരാൾക്ക് അശ്വന്തിന്റെ പേര് പറഞ്ഞ് സിനിമയിലേക്ക് എത്താൻ ഓഫ് കോഴ്സ് ഒരു പേര് മറച്ചു വെക്കുന്ന അങ്ങനെയുള്ള ഗിൽറ്റ് അങ്ങനെയുള്ള ആളുകളല്ല എന്നെ ഫോളോ ചെയ്ത് വരുന്നത്. അതെനിക്കറിയാത്.
എനിക്ക് നിങ്ങളെക്കാൾ നന്നായിട്ട് അവരെ അറിയാലോ, എനിക്കറിയാത്ത അങ്ങനെ സിനിമയിലേക്കൊന്നും അങ്ങനെ ഇല്ല. ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ അശ്വന്തിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ, കുറേ ജനറേഷൻ കണ്ടില്ല, എനിക്കറിയില്ല, ഇപ്പം പറയാൻ പറ്റില്ല. തൊട്ട് ഇമ്മീഡിയറ്റ് ഇപ്പൊ അശ്വന്തിന്റെ കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരില്ല, എനിക്കറിയാത്. ഇനി വന്നാൽ തന്നെ അവർക്ക് വരാൻ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർ വരണ്ട. അത് നിർബന്ധമില്ലല്ലോ ഇതിൽ വരണമെന്ന്. എന്തെങ്കിലും റിവ്യൂ നിർത്തണം എന്ന് ആലോചിക്കുന്നുണ്ടോ? അതിപ്പോൾ അറിയില്ല, എനിക്കിത് മടുക്കൂ? ഇനഫ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പഴയ ജോലിക്ക് ഉണ്ടാവും? പഴയ ജോലിക്ക് ഞാൻ ചിലപ്പോഴേ പോകും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട് വിടും, രാജ്യം വിടും. എന്തായിരിക്കും അപ്പോൾ ഒരു എയിം ഉണ്ടാവുക? അല്ല, അത് അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് എന്തായിരിക്കും? ഞാൻ ഏതെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കും, അങ്ങനെ ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി താമസിക്കും, വേറെ ഏതെങ്കിലും രാജ്യത്ത്. മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ? അല്ല, അത്യാവശ്യം പൈസ എപ്പോഴത്തേക്ക് ആക്കണം. കുറേ കാലം തൊഴിലെടുക്കാതെ വെറുതെ താമസിക്കണം. സിന്ദഗി നാം ഇല്ലെങ്കിൽ സിനിമയിലെ ഹൃതിക് റോഷൻ പറയാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 30 തൊട്ട് 40 വയസ്സ് വരെ പട്ടിയെ പോലെ പണിയെടുത്ത് 40-ആം വയസ്സ് റിട്ടയർഡ് ആവണം. അതെ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു എയിം. അല്ല, ഇങ്ങനെ ആളും ബഹളമൊന്നും അധികം ഇല്ലാത്ത, നമ്മളെ തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. അത് ഞാൻ വേറെ രാജ്യം ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ പോസ്റ്റ് രാജ്യത്ത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യത്ത് പോയി താമസിക്കാനുള്ള അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതാണ് ഈ നമ്മളിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ ആൾക്കാരെ പറഞ്ഞു, അവരുടെ ഹാർഡ് കോർ ഫാൻസിനെ പറഞ്ഞു, ഇപ്പം ജെനുവിൻ ഫാൻസിനെ പറഞ്ഞു. ഇതൊന്നുമല്ലാത്ത നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പല തട്ടിൽ നമുക്ക് അണികളെ നിരത്താം. ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന അണികളുണ്ട്, ഒരു ഇടത്തര അണികളുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാൻ നിൽക്കുന്ന അണികളുണ്ട്, തല്ലാനും കൊല്ലാനും നിൽക്കുന്ന അണികളുണ്ട്, ഒരു ബോധം അതിലുണ്ടാവും. ഈ കൂട്ടത്തിലും കാണുമ്പോൾ ഇപ്പൊ ഒരു ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടയ്ക്ക് അവൻ നെഗറ്റീവ് അവനെ തല്ലണം എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരതിന്റെ ആ ഒരു സെൻസ് എടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ ഈ ആക്രമണവും കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് ഇടിച്ചു കയറി വരുക? ഇല്ലില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ? ഒന്നാമത് ഞാൻ അങ്ങനെ അവൈലബിൾ അല്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ. അല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് പുറത്ത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അശ്വന്ത് ഏതോ ഒരു കടയിൽ മാസ്ക് ഇട്ടിട്ട് പോയി എന്തോ മേടിക്കാൻ പുറകിൽ നിന്ന് ഒരുത്തം പറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുക. അശ്വന്ത് പെട്ടെന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഉണ്ട്? ആണോ? അതിപ്പോ നോക്കിയത് വീഡിയോ കണ്ടിട്ടല്ല നോക്കിയത്. അശ്വന്ത് നോക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കടയിൽ പോയി ഒരു സാധനം മേടിക്കുക, ഇന്നത്തേക്കുള്ള റിവ്യൂവിനുള്ള സാധനം മേടിക്കണം മച്ചാന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തു. മറ്റേ ഫാൻസി ഷോപ്പില് അത് അവൻ എടുത്തപ്പോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ഇട്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്താ മെഡിക്കൽ ഷോപ്പല്ല, ഫാൻസി കടയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ വീഡിയോസ് ഫോട്ടോസ് ആൾക്കാർ എടുക്കാറുണ്ട്, ഒളിച്ചു നിന്നിട്ടൊക്കെ എടുക്കാറുണ്ട്, ദൂരെ നിന്നൊക്കെ എടുക്കാറുണ്ട്, സൂം ചെയ്തിട്ടൊക്കെ. അത് വെറുതെ മറ്റുള്ളവരെ കാണിക്കാനോ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും, ഫേക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യാലോ. ഇത്രയും സ്ട്രെസ്സും പ്രഷറിലും നിൽക്കുന്ന ഒരാള് ദൈവവിശ്വാസിയാണോ? നെവർ എവർ. അന്നുമല്ല ഇന്നുമല്ല. എന്തിനാണ് വിശ്വാസം ശരിക്കും? എങ്ങനെ വിശ്വാസം? ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ഇൻ സയൻസ്. ഞാനൊരു എത്തീസ്റ്റാണ്. ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.